അങ്ങനെ ചൂടിന് വിരാമിട്ടുകൊണ്ട് നമ്മുടെ മഴക്കാലം എത്തിയിരിക്കുന്നു. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ സ്കൂൾ തിരക്കും തുടങ്ങും. അതിനു മുന്നേ റിത്തൂസിന്റെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ, നമ്മുടെ സ്കൂളിലേക്കുള്ള ബാക്ക് ടു സ്കൂൾ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ റിത്തൂസും സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. സെന്റ് മൈക്സിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായത് കാരണം പുറത്തിറങ്ങാൻ തന്നെ ഒരു മടിയാണ്. പിന്നെ ഈ ആഴ്ച നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയും കൂടി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് ഞങ്ങൾ റിത്തൂസിന്റെ കുറച്ച് സ്കൂൾ ഷോപ്പിംഗ് തുടങ്ങാന്ന് വെച്ചു. ഹലോ അണ്ടി പിടിച്ചേ ടാറ്റാ ടാറ്റാ തിരിച്ചു കയറിയല്ലോ. നാളെ വരണേ ബൈ. നാളെ പേടിണ്ട്. നാളെ ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അപ്പൊ റിത്തൂസിന്റെ ഫസ്റ്റ് സ്കൂൾ ഷോപ്പിംഗ് ആണ് അല്ലേ? ചേച്ചിൻ്റെത് ബാക്ക് ടു സ്കൂളിലേക്ക് സാധനം ആണോ? ചേച്ചി ഇപ്പൊ എത്ര സ്റ്റാൻഡേർഡിലെത്തി? 5th പുതിയ സ്കൂളിലേക്ക് പോവല്ലേ? റിത്തു എവിടേക്ക് പോന്നേ? സ്കൂളിന്റെ പേരെന്തായിരുന്നു? ചേച്ചീന്റെ സ്കൂളിന്റെ പേരെന്താ? അപ്പൊ ഒരാൾ മിസ്സിംഗ് ആണല്ലോ. ആരാണ്? നീ എവിടെ? അപ്പൊ ഇന്ന് നമ്മള് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് എവിടേക്കാ പോകുന്നേ? എജുമാർട്ടിലേക്ക് പോവാണ്. അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരണം. അപ്പൊ അവിടെ എത്തിയിട്ട് അങ്ങനെ നമ്മളിപ്പോ എജുമാർട്ടിന്റെ അവിടേക്ക് പോയിക്കൊണ്ട് നിൽക്കാണ്. എജുമാർട്ട് ഏകദേശം എത്താനായില്ലർത്തു. എജുമാർട്ട് എത്തിക്കഴിഞ്ഞു. ഇതാണ് എജുമാർട്ടിലെ റിത്തുസേ. ഇതിനുള്ളിൽ പോയിട്ട് വാങ്ങിക്കണ്ടേ? തിരക്കുണ്ടോ? അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ പോയത് എജുമാർട്ടിലേക്കാണ്. സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസിന്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. നമ്മൾക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം റിലയൻസിൽ നിന്നും പോയപ്പോൾ അവിടെ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം ഐറ്റംസ് നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിയെന്ന് പറയുന്നില്ല. ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാഗുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. LKG ആയതുകൊണ്ട് അധികം ലോഡ് ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. പിന്നെ ഒരുപാട് നോട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ പറയാണ്ടിരിക്കാനാവില്ല, അവിടെ ബാഗ് ആയാലും ബോക്സ്, ബോട്ടിൽ എല്ലാത്തിനും ഡിഫറൻസ് വെറൈറ്റി കളക്ഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റും കാണുന്നു നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ? അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ബുക്കിന്റെ സെക്ഷൻസ് എല്ലാം ഇരിക്കുന്നത്. ബുക്സ് മാത്രമല്ല, ബുക്സ്, പെന്ന്, പെൻസിൽ, പിന്നെ അതുപോലെ തന്നെ കവറിംഗ് പേപ്പർ, ഇതെല്ലാം ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ബേസിലാണെങ്കിൽ നമ്മുടെ സാധാ ബാഗുകൾ, അതുപോലെ തന്നെ ചപ്പൽസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഈ കവറിംഗ് പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഐറ്റംസ്, അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം നമ്മൾ അധികം ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. നമ്മൾ അധികം യൂസ് ചെയ്യല് അതുപോലെ തന്നെ ആ ചോപ്പ് കളറും അതുപോലെ തന്നെ ആ ഒരു ആഷ് കളറും അതേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇത് വെച്ചാൽ മൊത്തമായിട്ട് പ്ലാസ്റ്റിക് ആണ്. ഉള്ളിലേക്ക് മഴ നനയാണ്ടിരിക്കാനാവും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിന് വില കുറവാണ്, 40 രൂപയും കണ്ടേ ഉള്ളൂ അതിന്. ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയായിരുന്നു ആദ്യമൊക്കെ നമ്മൾ സ്ഥിരം എജുമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ അതിനുള്ളൊരു മൂഡൊന്നും ഇല്ല. പിന്നെന്താ വെച്ചാൽ ടൈമും കിട്ടാറില്ല. നോക്കി നമ്മുടെ റിത്തൂസിന് പറ്റിയ ഒരു ചെറിയൊരു ബാഗ് കിട്ടി. കൂടുതലായിട്ടും അവര് കാണുന്നത് വലിയ ബാഗുകളാണ്. അപ്പൊ ഇത് ഏതൊരു കറക്റ്റ് സൈസിന് കിട്ടി. പിന്നെയുള്ളത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറി ബുക്കിന്റെ ആണ്.
സ്റ്റോറി ബുക്ക് അവളുടെ കയ്യിലുള്ളത് ഇപ്പം നമ്മുടെ നൈറ്റിൽ വായിക്കുന്ന ഇതിന്റെ കൂടെ തന്നെ ഒരു സോങ്ങും കേൾക്കാം. ആ സൈഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്സും കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബോട്ടിൽസ് ആണ്. പല വെറൈറ്റി ബോട്ടിൽസ് ഉണ്ട്. പക്ഷെ നമ്മൾ ബോട്ടിൽസും നോക്കിയിട്ടില്ല. അതും നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് നോക്കാൻ തോന്നുന്ന ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിൽസ് ഒക്കെയാണുള്ളത്. അങ്ങനെ റിത്തോസിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവാൻ പോവാണ്. പോയപ്പോ എന്താ ചെയ്യാ? നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ എവിടേക്ക് പോകുന്നുണ്ട് അറിയോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അയ്യോ ഫുള്ളാ ഇതെവിടെയാ? ഇത് ഋതു വരാത്ത ഋതു കുഴങ്ങി പോയില്ലേ? അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ചത് വയറിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ തന്നെയായിരുന്നു. TNDയിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. അത്യാവശ്യം നല്ല റഷ് ആണെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു വിധത്തിൽ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ TNDയിലേക്ക് ഉള്ളിലേക്ക് പോയി. ചെറിയ കഴിച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. കേൾക്കാം. കാരണം കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഫുള്ള് നമ്മുടെ ചിക്കൻ തിരിയുന്നത് കാണാം. അത് കണ്ടിട്ടാണ് നമ്മൾ നേരെ ഉള്ളോട് കയറി ചെല്ലുന്നത്. അങ്ങനെ കൈയെല്ലാം വാഷ് ചെയ്ത് നമ്മളൊരു കംഫർട്ട് സോണിൽ നോക്കി വേഗം പോയിരുന്നു. കാരണം നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയ കിട്ടിയാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊരു സൈഡിലേക്കായിട്ട് ഇരുന്നുണ്ടായിരുന്നു. ഏത് അത് കുട്ടികൾ കഴിക്കില്ലല്ലോ. അത് അത് പുതിന. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഷവർമ ചിക്കൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫുൾ ഓർഡർ ചെയ്ത് കാത്തിരുന്നു. ഫാസ്റ്റ് ആയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സാധനം ടേബിളിലേക്ക് എത്തി. അതാണ് അതിന്റെ സ്പെഷ്യൽ. ഇത്രട്ടെ ലെഗ് പീസ് അല്ലേ? മാംഗോ എടുത്തോ. ആ അതെടുത്തോ. ഇത് വെക്കട്ടെ. ഏതാണ്ട് അങ്ങനെ ഈ സാധനം ടേബിളിൽ എത്തിയപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ചിക്കനും കുബൂസും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യൽ മൈനസ് ബീറ്റ്റൂട്ട് പുതിന ഈ ഒരു സൈഡും കൂട്ടി ഇതുപോലെ കഴിക്കാൻ തുടങ്ങി. അടിപൊളിയാണ്. സൂപ്പറാണോ? സൂപ്പറാ. അങ്ങനെ ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ തിരിയുന്ന ചിക്കൻ. നമ്മുടെ കയറുന്നതിന്റെ വലത് സൈഡ് ഇതുപോലെ ഒരുപാട് ചിക്കൻ ഇങ്ങനെ തിരിക്കാനിട്ടിരിക്കുകയാണ്. അപ്പം അതിന് എരിയുന്ന തീരുന്നത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. പിന്നെന്താ വെച്ചാൽ അവിടേക്ക് കയറുമ്പോൾ തന്നെ ഇതിന്റെ ഒരു നല്ല സ്മെല്ലൂടെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ
എന്താ അയ്യോ എഴുത്തി പറഞ്ഞേക്ക്. ഓക്കെ വരാം.